அப்துல் கலாம் சாரோட வீடு ஊர் இது. മണൽ തെറിക്കണ കടലിൽ മീൻ വരെ ഇല്ലാണ്ടായിന്ന്. കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ. ഇതൊക്കെ മണലൊന്നും അടിച്ചിട്ടില്ല. ഇതാണ് റൂം. നല്ല നല്ല ആംബിയൻസ്. റൂമൊക്കെ ചെയ്തു, ഒരു കാപ്പി കുടിച്ചു. മരം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അവിടെ. അതുകൊണ്ടു ഇറങ്ങാനുള്ള തീരുമാനത്തിലായി. സമയം അതായത് നമ്മൾ എത്ര മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ 6 മണിക്ക്, 8 മണിയായി. അപ്പോൾ ഇവിടുന്നൊരു 150 കിലോമീറ്റർ പിടിക്കാണ്ട്. ഈ ബാഗാട്ടോ ഈ ഷോൾഡർ വേന ഉണ്ടാക്കണത്, അല്ലാണ്ട് വേറെ ആരല്ല. ഞാനത് മനസ്സിലാക്കി. കുറച്ചുകൂടി നേരത്തെ നമ്മൾ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ജാതി വായ്പ കിട്ടിയാനെ. എനിക്കണ്ട നല്ല ഷോൾഡർ വേന ഉണ്ടായിരുന്നു, 2 ഷോൾഡറും. ഇത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു പൊള്ളാച്ചി വരെയാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് ബാഗ് ഇട്ടിട്ടുണ്ട്. ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. നോർമലി എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ബാഗ്. അപ്പം പിന്നെ പറയണ്ട. പോരാതിന് ചാർജർ കംപ്ലൈൻറ്റ് വേറെ. ഇവിടുന്ന് അടുത്ത പ്ലേസ് പിടിക്കുമ്പോൾ മാത്രം നമുക്ക് മാപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. അത് നമുക്ക് മീറ്ററിൽ കണക്ട് ചെയ്യാം. ഫോണിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഫോൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല വെയില്. ഇത് പോരാഞ്ഞിട്ട് പാമ്പം പോലെട്ടോ. ചായ കൈ പിടിക്കല്ലേ അങ്ങോട്ട് പോകും. ഇപ്പുറത്ത് ഈ സൈഡിലൂടെ പോകണുണ്ട് ചെറുത്. ഇത് പഴയ പാലം. അതിൻ്റെ അപ്പുറത്തൂടെ പോകുന്നത് പുതിയ പാലം. പുതിയ പാലം ഭയങ്കര പഴയ പാലം നിൽക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ അന്ധകാലത്ത് വന്നിട്ടുള്ളത്. ആറ്റതൊരു ഇത് കണ്ട അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇംഗ്ലണ്ടിൽ പണിതിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ പണിതിട്ട് വന്നിട്ടുള്ളതാണ് ഈ ചെറിയ പാലത്തിൻ്റെ അവിടുത്തെ ലിഫ്റ്റിങ്ങിൻ്റെ. അത് മാനുവലാന്ന് തോന്നുന്നുണ്ട്. മറ്റേത് മാനുവൽ മീൻസ് ആൾക്കാർ വേണമെന്ന് തോന്നുന്നുണ്ട്. അത് തിരിച്ചു കഴിഞ്ഞാൽ അത് തുറക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പുറത്ത് കപ്പലുകൾക്ക് അല്ലെങ്കിൽ ബോട്ടുകൾക്ക് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരണം. പുതിയ പാലത്തിൻ്റെ അവിടെ തിരക്കുള്ളു. എന്തോരം ആൾക്കാരെ നോക്കിയേ. പൊന്നെ അല്ലെങ്കിൽ പാലം വലിപ്പം കുറവാ. ഇതിലിപ്പോ നിൽക്കാത്ത വണ്ടികളൊന്നും ഇല്ലേ. അപ്പുറത്തെ ഒന്ന് നിർത്താടാ. ആ ഭാഗത്ത് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ലെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മളവിടെ വണ്ടി വെച്ചിട്ട് എങ്ങോട്ട് വരേണ്ടി വരും. മേ ബി ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണെങ്കിൽ. ഇതിൻ്റെ സിസ്റ്റം കണ്ടോ? ആ ചേട്ടാ കണ്ട. ഇത് ഈ കാണുന്നത് പഴയത്. ലണ്ടനിൽ അവർ മാനുഫാക്ചർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇതാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ മറ്റേത് പുതിയത്. അത് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുന്ന് ഇതിൻ്റെ ആ ഓറഞ്ച് പെട്ടി കണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ട് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്, തീക്കിലും കാര്യങ്ങളൊക്കെ.
വർഷമൊക്കെ നിൽക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആലോചിച്ച്. ഇതിപ്പോൾ 2025 തോന്നുന്നുണ്ട് പുതിയത് ഉദ്ഘാടനം കഴിഞ്ഞത്. 2025. എനിക്ക് ആ പഴയ പാലം നിൽക്കണതിൻ്റെ പ്രൗഢി കണ്ടിട്ടോ, എന്ത് സിമ്പിളായിട്ട് നിൽക്കണ നോക്കി പഴയ പാലം. ഈ പാലം പണിയുള്ള മെയിൻ കേസ് എന്നിട്ട് അറിയോ, ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് മുൻകാലഘട്ടത്ത് കച്ചവടത്തിന് വേണ്ടിയിട്ട് എളുപ്പമുള്ള മാർഗ്ഗം ഇതായിരുന്നു. അതാണ് മെയിനായിട്ടുള്ള കേസ്. അതായത് ഇവിടുന്ന് ബോട്ട് സർവീസും ഫെറി സർവീസൊക്കെ ഉണ്ടായിരുന്നു. എവിടേക്കാണെന്നറിയോ, ശ്രീലങ്കയ്ക്ക്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുവരാനും സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതിക്കൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ആൾക്കാർ പോക്കുവരവ്, അതിൻ്റെയൊക്കെ മെയിൻ ഒരു ഗതാഗതമായിരുന്നു ഇത്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സംഭവം പണിത് തന്നെ, ഈ റെയിൽവേ. പക്ഷേ അത് 1964 ചുഴലിക്കാറ്റിൽ എല്ലാം നശിച്ചു. അതൊരു പ്രേത നഗരമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുക വരെ ചെയ്തു. എന്താല്ലേ, 1800 ആൾക്കാരും. ഇത് ഈ പാലത്തിന് മുകളിലാണ് ട്രെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രെയിൻ പറഞ്ഞിട്ട് ഒരു ട്രെയിൻ ഫുള്ളായിട്ട് കാണാണ്ടായി, കടലിലേക്ക് പോയി. ഏകദേശം ഒരു 115 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു പറയണത് അതിൽ. കറക്റ്റായിട്ട് നമുക്കറിയില്ല, കണക്ക് പ്രകാരം അങ്ങനെ പറയണത്. അതൊരു വലിയൊരു ഭൂകമ്പമായിട്ട് മാറിയത്. ആ സമയത്ത് ആണോ അതോ 2004 അതോ 2014 എനിക്ക് ഓർമ്മയില്ലേ, സുനാമി ഉണ്ടായി ഇവിടെ. ആ സുനാമിയിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന് പറയണത്. വെള്ളം കയറി അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ഈ ചുഴലിക്കാരൻ്റെ ഇതിലാണോന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം വെള്ളം കടലിലേക്ക് ഉൾവലിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതായത് പുറകിലേക്ക് പോയിന്ന്. 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല ദൂരമായി. അത്രയും ദൂരം കടൽ പിന്നോട്ട് വലിഞ്ഞു എന്നാണ് പറയണത്. എന്തായാലും ഇതൊരു പ്രേത നഗരമായിട്ടാണ് ഇപ്പം എല്ലാവരും കാണുന്നത്. ആൾ താമസമില്ല. ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ പറഞ്ഞത് ധനുഷ്കോടിയിലത്തെ കാര്യം പറഞ്ഞത്. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം വരും ധനുഷ്കോടിക്ക്. രാമേശ്വരം എത്തണമല്ലോ. പിന്നൊരു പ്രത്യേകത എന്ന് പറയണത്, ഈ നമ്മൾ കാശി രാമേശ്വരം എന്ന് പറയണില്ലേ, അല്ലെ കാശിയിലെ തീർത്ഥാടനം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാമേശ്വരം കൂടി വരണം എന്നാണ് പറയുക. അതാണ് ഈ കാശി രാമേശ്വരത്തിൻ്റെ പ്രത്യേകത. രാമേശ്വരം വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ശരിക്കും. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ നടുക്ക് കൂടെയാണ് പോണത്. ഞാൻ പാമ്പമ്പാലെന്ന് വിചാരിച്ചപ്പോൾ നല്ല വീതി ഉണ്ടാവും, നീളം മാത്രമല്ല നല്ല വീതി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പറയത്തക്ക വീതിയൊന്നും ഇല്ല. കറക്റ്റ് 2 വണ്ടിക്ക് പോകാന്നൊരു കഷ്ടി വഴിയുള്ളൂ. അല്ലെ നമ്മൾ വണ്ടി കൊണ്ടു നിർത്തിയിട്ട് വരുമ്പോൾ മറ്റുള്ള വണ്ടികൾക്കും ഭയങ്കരമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഇവിടുത്തെ കടലിനെ കുറിച്ചിട്ട് ചേട്ടൻ പ്രത്യേകതകൾ പറയാ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ധനുഷ്കോടിക്ക് പോയി നോക്കുമ്പോൾ റൈറ്റ് സൈഡിലത്തെ കടലില്ലേ, ആ കടലിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് നമുക്കിപ്പോൾ കാറ്റടിക്കണത്. ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ കടലുണ്ടോ ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കണത്. അപ്പോൾ അവർ പറയാം 6 മാസം ഇവിടുത്തെ കടല് കാറ്റടിക്കും, അത് കഴിഞ്ഞ് ഒരു 6 മാസം ഇവിടുത്തെ കടല് ഇങ്ങോട്ട് കാറ്റടിക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഈ ഭാഗത്ത് ഭയങ്കര ഡേഞ്ചറാന്ന് പറയണത്. ഈ 64-ത്തെ ചുഴലിക്കാരന് ശേഷം കടലിൽ മീൻ വരെ ഇല്ലാണ്ടായിന്ന്. അതായത് ഇപ്പം ആകെ ഞണ്ട്, കണവ അങ്ങനത്തെ കുറച്ച് വിരലിലെണ്ണാവുന്ന 1-2 മീനുകൾ മാത്രമുള്ളൂന്ന്. അപ്പം ആള് പറയാ 2004 ഇവിടെ സുനാമി, 2004 2014 ഞാൻ തെറ്റിപ്പോയതാ. 2004 സുനാമിയിൽ ഇവിടെ വലിയ കാര്യമായിട്ട് ബാധിച്ചില്ലാന്ന്. ബാധിച്ചതൊന്ന് ചെന്നൈയിൽ, ഒന്ന് വേളാങ്കണ്ണിയിലും
കന്യാകുമാരിയിലായിരുന്നു. അപ്പോൾ അവർ പറയാ ഇവിടെ അത്രപ്പോരം ജനങ്ങൾ 64 ഡിസംബർ 22 ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഭയങ്കര നാശനഷ്ടമാണ്. അതിന് ശേഷം ഇങ്ങോട്ട് വരവില്ലാണ്ടായിരുന്ന ആൾക്കാർ. അതായത് ഇപ്പം നമ്മൾ ഈ പോണ റോഡില്ലേ, ഈ റോഡ് വരെ ഇപ്പോൾ ഒരു 9 കൊല്ലം കൂടെ ആയിട്ടുള്ളൂ ടാർ ചെയ്തിട്ട്. ഇതിന് മുന്നേ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. അതായത് ഇതിൻ്റെ സൈഡോടെ ഒരു തിട്ട് പോലെ കാണാണ്ട. ആ തിട്ടിൻ്റെ ഇപ്പുറത്തൂടെ വഴിയാ. അതിനാദ്യം ഓഫ് റോഡ് ചെയ്തിട്ട് ജീപ്പ് പോണ്ടായിരുന്നെന്ന്. അതിനാദ്യം ഈ 9 വർഷം മുന്നേ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് വരിക. കാരണം ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി അത്ര പ്രാന്തുള്ള ആൾക്കാരാന്ന് പറഞ്ഞ്. അത് ചേട്ടൻ പറഞ്ഞ ഭയങ്കര മണൽക്കാരട്ടാ. നമ്മൾ വിചാരിച്ച പോലെന്നല്ല, ഒരു രക്ഷയില് മണലാണ് വന്നടിക്കണത് മേതിക്ക്. അപ്പൊ ആള് പറയാ ഭയങ്കര മോശം കടലാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു കടലാന്ന് പറഞ്ഞത്. ഈ സൈഡ് 6 മാസം കഴിഞ്ഞ് കാറ്റടിച്ചാലും അത്രയും പ്രശ്നമില്ല. അപ്പൊ ഇവര് മീൻ പിടുത്തത്തിന്റെ എങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇനി മീൻ പിടിക്കാൻ പോയില്ല, ഈ സൈഡിലേക്ക് അവർ മീൻ പിടിക്കാൻ പോവാ. ഇനി അടുത്ത കാറ്റ് ഇവിടെ വീശാൻ തുടങ്ങി കഴിഞ്ഞാൽ 6 മാസം തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത 6 മാസം അവർ ഇവിടേക്ക് മീൻ പിടിക്കാൻ പോകും. അങ്ങനെയാണ് ഈ മാറി മാറി മീൻ പിടിക്കണത്. ഈ റൂട്ട് കൂടിയാണ് ആദ്യം തന്നെ ഇഷ്ടോടിക്ക് ഓഫ് റോഡ് പോണത്. 20 പേരാ 10 പേര് ഇറങ്ങണ ആൾക്കാരനെ ജീപ്പിൽ കയറ്റിയിട്ട് എത്ര 2000 രൂപ 3000 വരെ ഫൈനല് എമൗണ്ട് അവർ മേടിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആടാ അതിന് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഒരു ചേട്ടൻ നടക്കണുണ്ട്. അത്ര താഴ്ച ഉള്ളൂന്ന്. മണൽ നല്ല പോലെ അടിക്കുന്നുണ്ട് മോത്തിക്ക്. നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കരമായിട്ട് മണലടിക്കണത്. അതാണ് ഈ സൈഡ് കല്ല് കെട്ടിയിട്ടുള്ളതാണ്. പുറം മണല്ലാതെ തടുക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. വണ്ടി വരെ ഓടിക്കാൻ പറ്റുന്നില്ല. സൈഡ് മൊത്തം മണ്ണ കണ്ടാ, മണല് കണ്ട മുഖത്തുനിന്ന് എടുക്കുന്നുണ്ടത്. ആൾ പറഞ്ഞ ഇവിടുന്ന് 9 കിലോമീറ്ററാണ് പറഞ്ഞത് നമ്മളെ ഇവിടേക്ക് ധനുഷ്കോടിക്ക്. മുന്നിൽ തന്നെ റെയിൽവേ ഉണ്ടെന്ന്. അപ്പൊ ഭയങ്കര ഈ ഭാഗത്ത് ഭയങ്കര പോലീസ് ചെക്കിങ് ഉള്ള. ഞാൻ ചോദിച്ചു എന്താട്ടാ ഇങ്ങനെ പോലീസ് ചെക്കിങ് ചോദിച്ചു. പറഞ്ഞത് പുള്ളി പറഞ്ഞാടാ ഇവിടുന്ന്, അതായത് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് കള്ളക്കടത്തിൻ്റെ ഇത് ഭയങ്കരമായിട്ട് നടക്കണമെന്നൊരു സംശയമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പോലീസുകാർ കൂടുതലുന്നത്. പകല് ഭയങ്കര പോലീസുകാരും വൈകുന്നേരം ആകുമ്പോൾ നേവിയും പിന്നെ കസ്റ്റംസിൻ്റെ ഇതും എല്ലാം ഇതെന്ന് പറയണത്. ഇവിടെ ഒരു ഹാർബർ ഉണ്ടെന്ന് പറഞ്ഞത്. ഏതാ ഹാർബർ എന്ന് പറയണത്? കടല് ലൈറ്റ് ഹൗസ് മറ്റേ പാകിസ്ഥാൻ്റെ ഇപ്പം അടുത്തുണ്ടായ പ്രശ്നം കാരണം കൂട്ടിയിരിക്കുകയെന്ന് പറഞ്ഞത്. അതിപ്പോൾ ഓപ്പണാക്കിന്ന് പറയുന്നുണ്ട്. ലൈറ്റ് ഹൗസ് കയറുന്നതായാലും അത് ലൈറ്റ് ഹൗസ് കയറിയില്ലേ. ഇവിടുത്തെ ഈ ജനങ്ങളില്ലേ, ഇതിലൊരു ഇപ്പോൾ നിലവിൽ ഒരു 20% ആൾക്കാർ മാത്രമാണ് വീട്ടിൽ പോകണുള്ളൂ. ബാക്കി 80% ആൾക്കാർ മാത്രമാണ് വീട്ടിൽ പോകണുള്ളൂ. ബാക്കി 20% ആൾക്കാരും ഇവിടെ ഉണ്ട്. അതാണ് ഹാർബർ എന്ന് തോന്നുന്നുണ്ട്. ഹാർബർ കണ്ടൊരു ഹാർബർ ലുക്കില്ലല്ലോ. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട മക്കളെ. പണ്ടത്തെ റെയിൽവേയുടെ ടിക്കറ്റ് എടുക്കണോ? അയ്യോ സാപ്പാടൊന്നും വേണ്ടാക്ക. റെയിൽവേ സ്റ്റേഷൻ ട്രാക്ക് ട്രെയിനിൻ്റെ ഈ 2 ഇത് മാത്രം കാണുള്ളൂ. ഇതിൻ്റെ തോന്നുന്നുണ്ട് ട്രാക്ക്.
നിലവിൽ കണ്ടാ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയി ചുറ്റും നോക്കി കഴിഞ്ഞാൽ കാണാം. ഇത് റെയിൽവേ സ്റ്റേഷനും ഞാൻ നിൽക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് റെയിൽവേ ട്രാക്കിൻ്റെ പാർട്സ് ഉണ്ട്. ഇത് പറഞ്ഞാൽ ഇതൊരു ട്രാക്കായിരുന്നു, 2 ട്രാക്കാണ് ഇവിടെ. ഇവിടെയൊക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇത് പണ്ടത്തെ രാമക്ഷേത്രത്തിൻ്റെ ഇത് ഇവിടെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ആൾക്കാർ നിൽക്കുന്നത്. എന്താ എത്ര പോലും ജനങ്ങൾ മരിച്ച സ്ഥലം നോക്കി ഇവിടെ ആകെ കാടായി ഇപ്പോൾ. പല രീതിയിലും ആൾക്കാർ വരുത്ത് പോക്കുണ്ട് എന്തായാലും. പണ്ട് ജനങ്ങൾ ഇവിടെ താമസിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാൻ പറ്റുമോ? ഇത് ബിൽഡിങ്ങിൻ്റെ പാർട്സാ. അത് കാണുന്നൊരു ബിൽഡിങ് മൊത്തം ഈ മുൾച്ചെടി കയറി പിടിച്ച കാരണം കുറേ ഒന്നും കാണാല്ലേ. ഇതിൻ്റെ അപ്പുറത്തുണ്ടോ നോക്കി നോക്കാം. ഇവിടെ ഒരു രാമക്ഷേത്രം ഉണ്ട്, ഞാൻ കാണിച്ചേരാട്ടോ. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോഴും, മീൻ പിടിക്കണവർ മാത്രം. അതായത് 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളും ഇവരെല്ലാവരും പോകണം. ശിവൻ്റെ ഇതൊക്കെ ആ കെട്ടിടത്തിൽ ഭാഗങ്ങള്. தம்பி லக்ஷ்மணன், விபீஷணன் அவர் விபீஷணன் எவ்வளோ சொல்லி பார்த்து கேட்கல அண்ணங்காரன், நீ எக்கடக்கட்டு தொலைஞ்சு போ, நான் ராமர் போயிடுறேன் அப்படின்ட்டு ராமரோட வச்சு. அதான் அவருக்கு ஆலயம் விபீஷணன். பெரிய இங்கே 1964 இங்கே புயல் வந்துச்சுல்ல, அதோட இங்கே மட்டும்தான் இப்படி இது இருக்குதுங்களா இல்லை வேறு இடத்துல இருக்குதுங்களா? ஊரை அடிச்சு இருந்தது இங்கே தான். இதுக்கு அந்த சைடு முன்னாடி போனால் இல்லை, முன்னாடி அந்த சைடு போனால் இந்த மாதிரி பாலடைஞ்ச பில்டிங் எல்லாம் இல்லை. இது கூட ரயில்வே சீத்து கொட்டலை, இது கூட ரயில்வே அது வரைக்கும் ரயில்வே ஸ்டேஷன் தெரியுது. அங்கே கட்டடங்களாக இருக்கிறது கூட ரயில்வே. முன்னாடி இங்கேருந்து போட்டெல்லாம் கப்பலெல்லாம் வந்துட்டு இருந்தது. இருவேன் கோசம் 2 கப்பல் இருக்க ரயில்வே ஸ்டேஷன், சர்ச்சு, இன்ஜின் நிப்பாட்ட இடம். இந்த சென்னையில் ஒரு போட் மாதிரி இந்த வீடுகளை இடிச்சு கிடக்கா, இது ட்ரெயின் இந்த பெட்டி கரண்ட் கிடக்குது. ஏபிஜே அப்துல் கலாம். அப்துல் கலாம் ஆமாம், அப்துல் கலாம் சமாதி தான் நீங்கள் பார்த்துருக்கீங்க. அது சமாதிங்களா? ஆமாம், அது சமாதி. ஓ, இங்கே தான் கொண்டு வந்து வச்சுருவாங்க. அங்கே தான் வச்சு அந்த இடத்துல அடக்கம். ஓ ஓ, அப்துல் கலாம் சாரோட வீடு ஊர் இது. பள்ளிவாசல் இங்கே தான் இருந்தார். அவருடைய வீடு அதெல்லாம் காலி பண்ணி அவங்க போய் அங்கே. ஓ, இங்கே தான் முதல்ல இருந்தார், இங்கேருந்து அங்கே போயிட்டாரு. அப்போ அப்துல் கலாம் யார் മുസ്ലിം വീട് ഒരു 10. എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയായിരുന്നു. അതായത് ഞാൻ വരണമെങ്കിൽ അവിടെ ഒരു അബ്ദുൽ കലാമിൻ്റെ എല്ലായിടത്തും ഫോട്ടോസ് ഇരിക്കുന്നുണ്ട്, ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ ഇവിടെ പള്ളിവാസൽ തെരു എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് പറയണത്. നല്ല കാറ്റ്, അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അവിടെ ഞാനൊരു മെമ്മോറിയൽ കണ്ടു. എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുള്ളിയെ, അതായത് അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുള്ള എന്തെങ്കിലും പരിപാടിയായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിനെ അടക്കം ചെയ്തിട്ടുള്ളത്
അദ്ദേഹത്തിൻ്റെ ഒരു സമാധി ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത് എനിക്കറിയണ്ടതില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെക്കുറിച്ച് കാണുന്നത്. എന്തെങ്കിലും റിട്ടേൺ പോകുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ കയറുന്നതാണ്. എന്തെങ്കിലും കണ്ടോ കാണാം. ഇത്രയും മഹത്തായ ഒരു വ്യക്തിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ് നമ്മൾ നടക്കുന്നതെന്ന് എനിക്കറിയണ്ടായിരുന്നില്ലേ. ഇവിടെ താമസിക്കണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് ഒരു 10 മീറ്റർ അവിടെ ആ ടവർ കാണണ്ട, ആ ടവറിൻ്റെ അവിടെ താമസിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവരപ്പോൾ അങ്ങനെ അവിടെ പോയി അപ്പുറത്ത്, അതായത് പള്ളിവാസൽത്തേര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പിന്നെ താമസിച്ചു എന്നൊക്കെ പറയണത്. അപ്പം നല്ല കാലപ്പഴക്കുണ്ട്. കാരണം ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാ. ഇതിപ്പോൾ ഇവിടെ കടയായി. ചരിത്രം ഇങ്ങനെ ഉറങ്ങുന്നുള്ളത് എനിക്ക് അറിയാനില്ല. ഉണ്ടാ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇവിടെ. ഇതൊക്കെ അന്നുണ്ടായിരുന്നു ഇവിടുത്തെ ബിൽഡിങ്ങുകളാടാ. ആൾക്കാർ താമസിച്ചത് ഒക്കെ മണൽ വന്ന് മൂടി. നടക്കാൻ പറ്റില്ല, അമ്മാരി കാറ്റാ. നമ്മൾ വിചാരിക്കണ പോലെ ഇതിൽ കുറെ സ്കൂളുകളുണ്ട്, അമ്പലങ്ങളുണ്ട്. മണൽ തെറിക്കണണ്ട കേട്ടാ. കാണാണെന്ന് എനിക്കറിയില്ല. എനിക്ക് നോക്കിയാൽ അറിയാം മണൽ തെറിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ കാറ്റ് വീശണത്. നമ്മള് നേരെ നോക്കാൻ പറ്റില്ല, താഴത്തേക്ക് നോക്കി നടക്കുക. അതാണ് ആകെയുള്ളൊരു ഓപ്ഷൻ. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങള്. എന്താല്ലേ ഇതില് ഇഷ്ടങ്ങളൊക്കെ ഷേപ്പ് നോക്കട്ടെ. ഇതൊക്കെ മണല് വന്നടിച്ചിട്ട് ഇതിങ്ങനെ ആയിട്ടുള്ളതാ. ഇതൊക്കെ അങ്ങനെയുള്ളതാ. ഈ കാണുന്ന ഈ ഹോളുകളിൽ ഇത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ മണല് വന്നടിച്ചിട്ടുള്ളതാ. ഇതൊരു വീടായിരുന്നു തോന്നുന്നുണ്ട്. അതായത് എൻ്റെ അമ്മ ഒറ്റടി ഇത്ര മണലിൻ്റെ മുകളിൽ കയറി. അഞ്ചര വേണ്ട ലൈറ്റ് ഹൗസ്. ഇതൊരു അമ്പലമായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്തൊരു പുള്ളിക്കാരടിച്ചുള്ളതെന്ന് ആലോചിക്കുക. 200 300 500 കിലോമീറ്റർ ഇടയിൽ അമ്പലം എന്ന് പറയുന്നത്. അടുത്ത ഞാൻ ചേട്ടാ ഇതുണ്ട ഇതോർത്ത് ഈ ബിൽഡിങ്ങിന് നല്ല ഹൈറ്റ് നോക്കി. ഹൈറ്റ് ഉണ്ട്. മുന്നത്തെ എന്താണെന്നറിയില്ല. സ്കൂളോ മറ്റാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല. പള്ളിയാണോ ചർച്ചാണോ അതോ സ്കൂളാണോ മറ്റങ്ങനെ എന്തോ ആണ്. കറക്റ്റ് ദിവസത്തെ
വഴി കണ്ട ഇതാ കാണുന്നത് ഇതൊക്കെ ബിൽഡിംഗ് അടുത്താണ് കാണണ്ടായിരുന്നത്. കണ്ട ഇതൊക്കെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഇതൊരു ബിൽഡിങ്, ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബിൽഡിങ്, ഇതൊക്കെ നോക്കി അമ്പലം, എന്ന് പറയാ വീടുകൾ, ഇതൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സംഭവം ഇനിയൊരു ചർച്ചും കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പള്ളി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുക. അറിയില്ലേ പള്ളിയുടെ നോക്കിയത് മണൽക്കാറ്റടിച്ചത് ഇങ്ങനെ കൂടുണ്ട്. കാറ്റടിച്ചിട്ടാണ് ഇങ്ങനെ വലുതായിട്ട് പാലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആൾക്കാർ അവിടെ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇതിന് എൻട്രി ആൾക്കാർ ഇത് കാണാൻ കടക്കാറ്റില്ലേ ഈ ചേച്ചി പറഞ്ഞ സമ്മതിക്കണം. എന്താ കേസ് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഫുഡ് കഴിക്കുന്നെങ്കിൽ എന്താ വേണ്ടെന്ന് ചോദിച്ചു. മീൻ വറുത്തത് ഫ്രീസറിൽ വെച്ചിരിക്കുക, മീൻ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഐസിട്ട് വെച്ചിരിക്കുക. അപ്പം എന്നോട് ചോദിച്ചു ചോറ് കഴിക്കണം അതോ മീൻ മാത്രമായിട്ട് അവിടെ കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഊണിന് എത്രയാണ് ചോദിച്ചു. അപ്പോൾ 120 രൂപ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. മീൻ എങ്ങനെ വെച്ചു, മീൻ ചെമ്മീൻ എടുക്കാന്നുണ്ടെങ്കിൽ 200 രൂപ. ഓരോ മീൻ ഓരോ റേറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 100 രൂപയ്ക്ക് മതി ചെമ്മീൻ, പിന്നെ ഇതിൻ്റെ കൂടെ എൻ്റെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഇത്രയും റേറ്റ് അല്ലേ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഗൂഗിൾ പേയിലുണ്ടാവുള്ളൂ, അപ്പം എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പം അവരെന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെട്ടിപ്പോയി. അവർ പറയാ ഫോൺ നമ്പർ തരാൻ മോനെ, നീ രാമേശ്വരത്ത് എത്തുമ്പോൾ നീ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി, GPay ചെയ്ത് കൊടുത്താൽ മതി. മണല് കണ്ടിലേക്ക് അടിക്കണം, മണല് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂട്ടാ, ആരാണ് എന്താണ് ഒരു ബന്ധമില്ലാത്ത ആള് വന്നു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, ഒരു ഫോൺ നമ്പർ കൊടുത്തു, അവൻ്റെ കാര്യം നോക്കി പോയി ഞാൻ അവസ്ഥ ആലോചിക്ക്. അത്രയും വിശ്വാസമാണ് ഇവർക്ക്. ഇവർ പറയാ വിശ്വാസമുണ്ട്. പലരും അവിടെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് പൈസ അയച്ചു തരണേന്ന് പറഞ്ഞ്. അയച്ചു കൊടുക്കുന്നവരുണ്ടാവാം, അയച്ചു കൊടുക്കാത്തവരുണ്ടാവാം, അറിയില്ല. എന്നാലും അവര് അതിൽ വെച്ചിട്ടുള്ള ഒരു വിശ്വാസം കണ്ടോ, രക്ഷയില്. ഈ റോഡ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ 9 വർഷമായിട്ടുള്ളൂ. ഇതിന് മുന്നേ തന്നെ അപ്പുറത്തോട്ട് ഒരു ഓഫ് റോഡ് ഇതിൽ കൊണ്ടുവന്ന് ഈ കാണുന്ന ഫസ്റ്റ് കാണുന്നത് ഇട്ട് ഇത് വെള്ളമില്ലേ, ഇത് പുഴ വെള്ളമെന്ന് പറഞ്ഞത്. പുഴയെന്ന് കടലിലേക്ക് ചേർന്ന വെള്ളമാണ്, അപ്പുറത്താണ് കടല്. ആലോചിക്ക് അവര് വെച്ചിട്ടുള്ള വിശ്വാസം. സംഭവം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിണ്ടായിരുന്നില്ല. ഏകദേശം 200 രൂപ ഉണ്ടാവുള്ളൂ വിചാരിച്ചത്. ഫുഡ് കഴിച്ചപ്പോൾ 250 രൂപയായി. എന്തോ ഭാഗത്തിന് 300 ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പം
അപ്പം ഞാൻ ചിന്തിച്ച് തിരിച്ചുമ്പോ ലൈറ്റ് ഹൗസ് കയറണം. ലൈറ്റ് ഹൗസ് ക്ലോസ് ചെയ്തു. ലൈറ്റ് ഹൗസ് ഇനി 2:30 തുറക്കുള്ളൂ. ഇപ്പോൾ സമയം 1:45. നമ്മളിനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ കറക്റ്റ് സമയമായിരിക്കും. പൊന്നു മോനെ, വലത്തെ സൈഡിലേക്ക് നോക്കാൻ പറ്റില്ല. കണ്ണിലേക്കാണ് മണലടിക്കണത്. എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് മണലാ. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. ഞാൻ എന്ത് വണ്ടി ഒന്നുകൂടെ വെച്ച് പോയി കഴിഞ്ഞാൽ മറ്റേ സാൻഡ് കട്ടറുകൊണ്ട് വരെ കട്ട് ചെയ്ത പോലെയാവും. ഏരിയ ഉണ്ടാവില്ലേ, അമ്മാതിരി മണലടിക്കണത് അവിടുന്ന്. ഗൂഗിൾ ക്ലാസ് വെച്ച് വണ്ടി പിടിക്കാം. നടക്കണ കാര്യം ഇപ്പം അതാ.